Next lecture is about discrete Fourier transform DFT. Discrete Fourier transform DFT. അപ്പോൾ മൊഡ്യൂൾ 1 നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ക്രീറ്റ് ഫ്യൂറിയർ ട്രാൻസ്ഫോം DFT ആണ്. ഇതിൽ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിൽ നമ്മൾ ഓൾറെഡി സിഗ്നൽസ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞ ഒരു മേജർ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു, സിഗ്നൽസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് എന്നും ക്ലാസിഫൈ ചെയ്യാം, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ്ട് ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ എക്സ് ഓഫ് ടി ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ്. കാര്യം ടൈമിന്റെ എല്ലാ ഇൻസ്റ്റൻസിലും എക്സ് ഓഫ് ടിക്ക് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. അതിനെ നമ്മൾ സാമ്പിളിങ് ചെയ്യുമ്പോൾ, അതായത് ചില ഇൻസ്റ്റൻസിലുള്ള വാല്യൂസിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സാമ്പിളിംഗ് എന്ന് പറയുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? താണ്ട് ഇതുപോലൊരു സാമ്പിൾഡ് വേർഷൻ കിട്ടും. അതായത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ടൈമിന്റെ എല്ലാ ഇൻസ്റ്റന്റിലും വാല്യൂ ഇല്ല, ചില ഇൻസ്റ്റന്റിൽ മാത്രം സിഗ്നലിന് എന്തുണ്ട്? വാല്യൂ ഉണ്ട്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? എക്സ് ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യും. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. അപ്പൊ ഇവിടുത്തെ വേരിയബിൾ ഏതാണ്? ടി. കണ്ടിന്യൂസ് ടൈമിൽ. ഡിസ്ക്രീറ്റിൽ വേരിയബിൾ ഏതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? എൻ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് പഠിച്ചപ്പോൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനെ പറ്റിയും പഠിച്ചായിരുന്നു, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ പറ്റിയും പഠിച്ചായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. സോ DSPസിന് ആരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല? കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആരെ മാത്രം നമ്മൾ നോക്കിയാൽ മതി? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ ഇവിടെ ആരെ മാത്രം പറ്റിയേ പഠിക്കുന്നുള്ളൂ? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ മാത്രം പറ്റിയേ പഠിക്കുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന്റെ ഇൻഫൈനൈറ്റ് സീക്വൻസിനെ പറ്റിയൊന്നും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ല. ആരെ മാത്രമേ എടുക്കുന്നുള്ളൂ? ഫൈനൈറ്റ് സീക്വൻസിനെ മാത്രമേ DFTയിൽ പറ്റുള്ളൂ. സോ നമ്മൾ ആരെ മാത്രമേ എടുക്കുള്ളൂ? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ മാത്രമേ എടുക്കുള്ളൂ. അതിൽ തന്നെ ഫൈനൈറ്റ് സീക്വൻസിനെ എടുക്കുള്ളൂ. ഫൈനൈറ്റ് സീക്വൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ സിഗ്നലിന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ കാണും? എന്നിന്റെ വാല്യൂ -∞ തൊട്ട് +∞ വരെ വരാം. പക്ഷേ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് സാമ്പിൾസേ കാണുള്ളൂ. ഇതൊരു ഫൈനൈറ്റ് സീക്വൻസ് ആണ്. -1 to +1 വരെ ഈ പറയുന്ന സിഗ്നൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. സോ ഇതെന്താണ്? ഒരു ഫൈനൈറ്റ് സീക്വൻസ് ആണ്. 3 സാമ്പിൾസ് മാത്രമുള്ള ഒരു ഫൈനൈറ്റ് സീക്വൻസ് ആണ്. സോ അപ്പൊ നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത് ഫൈനൈറ്റ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഇനി അതിനു മുന്നേ നമുക്ക് ഫ്യൂറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ്. അതിന്റെ നമ്മൾ എന്തെടുക്കുകയാണ്? ഫ്യൂറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണ്. ആ ഫ്യൂറിയർ ട്രാൻസ്ഫോമിന് എന്ത് പേര് പറയാം? DTFT, ഡിസ്ക്രീറ്റ് ടൈം ഫ്യൂറിയർ ട്രാൻസ്ഫോം. ഫ്യൂറിയർ ട്രാൻസ്ഫോം ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. സോ അതിന്റെ ഇക്വേഷൻ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ, ക്യാപിറ്റൽ എക്സ് ആണ്. സോ എക്സ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ, അല്ലെങ്കിൽ നമുക്ക് എക്സ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. രണ്ട് രീതിയിൽ പറയാം. എക്സ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ എന്ന് ഡിനോട്ട് ചെയ്യാം, എക്സ് ഓഫ് ഒമേഗ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ DFTയുടെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എക്സ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ is equal to സിഗ്മ n is equal to -∞ to ∞ എക്സ് ഓഫ് n ഇ റൈസ് ടു -j ഒമേഗ n. എക്സ് ഓഫ് n ആണ് നമ്മളുടെ ഇൻപുട്ട്. സോ എന്നിന്റെ വാല്യൂ ആണ് എവിടെ തൊട്ട് വേരി ചെയ്യുന്നത്? -∞ to ∞. അപ്പൊ എക്സ് ഓഫ് n എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. അത് ഏത് ഡൊമെയിനിലാണ്? ടൈം ഡൊമെയിനിലാണ്. അതിന്റെ ഫ്യൂറിയർ ട്രാൻസ്ഫോം അല്ലെങ്കിൽ DTFT എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ കിട്ടും. പക്ഷെ അതേത് ഡൊമെയിനിലോട്ട് കൺവേർട്ട് ആവുകയാണ്? ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് കൺവേർട്ട് ആവുകയാണ്. ഇപ്പൊ എക്സ് ഓഫ് n ആകുമ്പോൾ അനാലിസിസ് നടക്കുന്നത് ടൈം ഡൊമെയിൻ. അതിന്റെ DTFT എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ, അതിന്റെ അനാലിസിസ് നടക്കുന്ന എവിടെയാണ്? ഫ്രീക്വൻസി ഡൊമെയിനിൽ. സോ ടൈം ഡൊമെയിനിൽ നിന്ന് എങ്ങോട്ട് വരുന്നു? ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് വരുന്നു. ഇനി ഇപ്പൊ നമുക്ക് കിട്ടിയ നമ്മൾ കൊടുത്ത എക്സ് ഓഫ് എൻ എന്തായിരുന്നു? ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിരുന്നു. പക്ഷെ നമുക്ക് കിട്ടുന്ന എക്സ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഇൻപുട്ട് ആയിട്ട് ടൈം ഡൊമെയിനിൽ കൊടുത്തത് എക്സ് ഓഫ് എൻ ആണ്. പക്ഷെ നമുക്ക് എടുത്ത DTFT കഴിഞ്ഞപ്പോൾ കിട്ടുന്ന എക്സ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ എന്ന് പറയുന്നത് എന്തല്ല? ഡിസ്ക്രീറ്റ് അല്ല. അതെന്താണ്? ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസി ഒമേഗ. ഇവിടെ ഡയഗ്രാം നോക്കിയാൽ നമ്മൾ ഒരു എക്സ് ഓഫ് എൻ എടുത്തിട്ടുണ്ട്, ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് എടുത്തിട്ടുണ്ട്. -1 to +1 വരെയുള്ള ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് എടുത്തിട്ടുണ്ട്. അതിന്റെ DTFT എടുക്കുന്നു. അപ്പം ടൈം ഡൊമെയിനിൽ നിന്ന് സിഗ്നൽ എങ്ങോട്ട് പോകുന്നു? ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകുന്നു. ദാറ്റ് മീൻസ് എക്സ് ഓഫ് എൻ എന്താവുന്നു? എക്സ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ ആവുന്നു. അപ്പൊ എന്നിന് പകരം ഇനി ഇവിടെ വേരിയബിൾ എന്താവുന്നു? ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ആവുന്നു, ഫ്രീക്വൻസി ഡൊമെയിൻ ആയതുകൊണ്ട്. പക്ഷെ നമ്മൾ നോക്കിയാൽ കാണാം ഇവിടെ നമുക്ക് കിട്ടിയ സിഗ്നൽ എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സിഗ്നൽ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്.
പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ DSPs വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? വീണ്ടും ഈ പറയുന്ന കണ്ടിന്യൂസിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഫ്രീക്വൻസി ഡൊമെയിനിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നതിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഡിസ്ക്രീറ്റ് ആക്കി മാറ്റണം. സോ അതിനെയും എന്ത് ചെയ്യണം? നമ്മൾ സാമ്പിളിംഗ് ചെയ്യണം. നമുക്കറിയാം ഈ x of e raised to j omega എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അത് കൂടാണ്ട് DTFT എന്തും കൂടാണ്? പീരിയോഡിക് ആണ്. പീരിയോഡിക് എന്ന് വെച്ചാൽ എന്താണ്? പീരിയോഡിക് വിത്ത് പീരീഡ് 2π. അതായത് 2π കഴിയുമ്പോൾ വീണ്ടും സെയിം സിഗ്നൽ തന്നെ എന്ത് ചെയ്തു വരുന്നു? റിപ്പീറ്റ് ചെയ്തു വരുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പീരിയോഡിക് എന്ന് പറയുന്നത്. സോ x of e raised to j omega നമുക്ക് കിട്ടുന്ന x of e raised to j omega എന്ന് പറയുന്നത് കണ്ടിന്യൂസും ആണ്, എന്തും കൂടെയാണ്? പീരിയോഡിക്കും കൂടെയാണ്. പീരിയോഡിക് എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് പീരീഡ് 2π കഴിയുമ്പോൾ സെയിം സിഗ്നൽ റിപ്പീറ്റ് ചെയ്ത് വരും. അതായത് 0 to 2π അല്ലെങ്കിൽ -π to π. അപ്പൊ അതെല്ലാം കഴിയുമ്പോൾ എന്ത് തന്നെ വരും? സെയിം സിഗ്നൽ തന്നെ എന്ത് ചെയ്തു വരുന്നു? റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പൊ നമ്മൾ പിന്നീട് കൺസിഡർ ചെയ്യുമ്പോഴും നമുക്ക് എന്തുമാത്രം കൺസിഡർ ചെയ്താൽ മതി? ഒരു 2π പീരീഡിലുള്ള സിഗ്നലിനെ മാത്രം എന്ത് ചെയ്താൽ മതി? സാമ്പിൾ ചെയ്താലും കൺസിഡർ ചെയ്താലും മതി. കാര്യം ബാക്കിയെല്ലാം സെയിം സിഗ്നൽ തന്നെ എന്ത് ചെയ്ത് വരികയാണ്? റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാണ്? x of e raised to j omega നെ നമ്മൾ പറഞ്ഞു ഇത് കണ്ടിന്യൂസ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു? DSPsന് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്ത് മാറ്റണം? ഡിസ്ക്രീറ്റ് ആക്കണം. സോ ഒരു കണ്ടിന്യൂസ് സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ആക്കാൻ എന്ത് ചെയ്യണം? സാമ്പിളിംഗ് ചെയ്യണം. സോ അതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നു. സാമ്പിളിംഗ് ചെയ്യാൻ മീൻസ് കുറച്ച് ഇൻസ്റ്റൻസിലുള്ള കുറച്ച് വാല്യൂസിനെ മാത്രം എന്ത് ചെയ്യുന്നു? നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ അതുപോലെ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ഈ കണ്ടിന്യൂസ് സിഗ്നലിനെ എന്ത് ചെയ്തു? നമ്മൾ സാമ്പിളിംഗ് ചെയ്തു. സാമ്പിളിംഗ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ, ഒരു ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ കിട്ടി. അപ്പൊ ഇതെന്താണ്? സാമ്പിൾഡ് വേർഷൻ ഓഫ് DTFT. ഇത് DTFT കണ്ടിന്യൂസ്, അതിന്റെ സാമ്പിൾഡ് വേർഷൻ ആണ് ഇത് DFT. സോ സാമ്പിൾഡ് വേർഷൻ ഓഫ് DTFT-നെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? DFT എന്ന് പറയുന്നത്. സാമ്പിൾഡ് വേർഷൻ ഓഫ് DTFT is called DFT. അതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? x of k എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. ഇതാണ്ട് ഇതെന്ന് പറയുമ്പോൾ എന്താണ്? k is equal to 0 വാല്യൂ ആണ്. ഇതെന്ന് പറയുന്നത് k is equal to 1 വാല്യൂ, അടുത്ത k is equal to 2 വാല്യൂ, k is equal to 3 വാല്യൂ, അങ്ങനെ. സോ x of k എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെയും ക്യാപിറ്റൽ X എന്നാണ്. ഇതിപ്പോഴും ഏത് ഡൊമെയിനിലാണ്? ഫ്രീക്വൻസി ഡൊമെയിനിലാണ്. സോ x of k. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇപ്പൊ നമ്മൾ ഇവിടെ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ തൊട്ട് എവിടെ വരെ എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു 2π പീരീഡിലായിരിക്കും എടുക്കാം. ഒന്നുകിൽ നമുക്ക് 0 to 2π എടുക്കാം, അല്ലെങ്കിൽ -π to π എടുക്കാം. അപ്പൊ ഒരു 2π പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സിഗ്നലിനെ സാമ്പിളിംഗ് ചെയ്യുന്നു. അപ്പൊ എത്ര സാമ്പിൾസ്? ഇപ്പൊ ഒരു ക്യാപിറ്റൽ N നമ്പർ ഓഫ് സാമ്പിൾസ് സെലക്ട് ചെയ്യാന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഒരു n is equal to 8 ആണെങ്കിൽ 8 സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 8 സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് 8 സാമ്പിൾസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മൊത്തം 2π റേഞ്ച്, അതിനെ 8 സാമ്പിൾസ് ആയിട്ട് അതിൽ നിന്ന് 8 സാമ്പിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അടുത്തടുത്ത സാമ്പിൾസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? മൊത്തം 2π. സോ 2π/8 അതായിരിക്കും അടുത്തടുത്ത സാമ്പിൾസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. 2π/8 ആയിരിക്കും അടുത്തടുത്ത സാമ്പിൾസിനുള്ള ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ? നമ്മൾ ആരെ എടുത്തു? ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ x of n നെ എടുത്തു. അത് ടൈം ഡൊമെയിനിലാണ്. അതിനെ DTFT എടുക്കുമ്പോൾ അത് ഏത് ഡൊമെയിനിലോട്ട് പോകും? ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകും. അപ്പൊ നമുക്ക് ആരെ കിട്ടും? x of e raised to j omega കിട്ടും. അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ. കണ്ടിന്യൂസ് ആണ്, കൂടാണ്ട് അത് എന്തും കൂടാണ്? പീരിയോഡിക് വിത്ത് പീരീഡ് 2π. അപ്പൊ ഇനി ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? DSPsനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോഴും ഏത് ഡൊമെയിൻ? ഫ്രീക്വൻസി ഡൊമെയിൻ. ഇനി DSPsന് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കണ്ടിന്യൂസിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഡിസ്ക്രീറ്റ് ആക്കി മാറ്റണം. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിളിംഗ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിന്റെ സാമ്പിൾഡ് വേർഷൻ കിട്ടുന്നു. ആൻഡ് ദിസ് സാമ്പിൾഡ് വേർഷൻ ഓഫ് DTFT is called as DFT or discrete Fourier transform. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു പറഞ്ഞു? നമ്മൾ x of k എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ഇതിന് DFT-നെ തന്നെ നമുക്ക് വേറെ രീതിയിൽ ഒരു ചോദിക്കാം. എങ്ങനെയാണ്? ഫ്രീക്വൻസി ഡൊമെയിൻ സാമ്പിളിംഗ് എന്ന് പറയാം. കാര്യം എന്താണ്? ഇവിടെ സാമ്പിളിംഗ് ചെയ്തത് ഏത് ഡൊമെയിനിലാണ്? നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിനിലാണ്. x of n, ഇവിടെ x of t ന്ന് നമുക്ക് x of n കിട്ടുന്നത് എങ്ങനെയായിരുന്നു? ടൈം ഡൊമെയിനിൽ സാമ്പിളിംഗ് ചെയ്ത x of t നെ ടൈം ഡൊമെയിനിൽ സാമ്പിളിംഗ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? x of n നെ കിട്ടിയത്. ആ x of n ന്റെ DTFT എടുത്തപ്പോൾ x of e raised to j omega. x of e raised to j omega ഏത് ഡൊമെയിനിലാണ്? ഫ്രീക്വൻസി ഡൊമെയിൻ. ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള DTFT-നെ സാമ്പിളിംഗ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? DFT കിട്ടിയത്. അതുകൊണ്ട് ഇതിന് എന്ത് പേരെന്ന് പറയാം? നമുക്ക് ഫ്രീക്വൻസി ഡൊമെയിൻ സാമ്പിളിംഗ് എന്നും പറയാം. ഇനി നമ്മൾ ഈ പറയുന്ന n equally spaced frequency samples of DTFT are called DFT. ഇനി നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? x of k is equal to x of e raised to j omega. പക്ഷേ x of k യും x of e raised to j omega യും ഏതൊക്കെ പോയിന്റ്സിൽ മാത്രമാണ് ഈക്വൽ? എല്ലാ പോയിന്റ്സിലും അല്ല. ഏതൊക്കെ പോയിന്റ്സിൽ മാത്രമാണ് ഈക്വൽ?
omega is equal to 2 pi by n into k. ഇത് പറയാൻ കാര്യം 2 pi by n. സരി മൊത്തം പീരീഡ് എത്രയാണ്? 2 pi ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് അതിന്റെ എത്ര സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു? n സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് അടുത്തടുത്ത സാമ്പിൾസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 pi by n. ഇനി ഓരോ പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഇൻഡിജർ യൂസ് ചെയ്യുന്ന? k എന്ന് പറഞ്ഞ ഇൻഡിജർ യൂസ് ചെയ്യുന്നത്. അപ്പൊ k യുടെ വാല്യൂ എവിടെ തൊട്ട് എവിടം വരെ വേരി ചെയ്യും? 0 to n-1 വരെ വേരി ചെയ്യും. കാര്യം എന്താണ്? മൊത്തം n സാമ്പിൾസ്. അപ്പൊ 0 to n-1 എന്ന് പറയുമ്പോൾ മൊത്തം എത്ര സാമ്പിൾസ് വരും? n സാമ്പിൾസ് വരും. k യുടെ വാല്യൂ 0 വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഒമേഗ is equal to 0 എന്ന് പറഞ്ഞു വരും. അപ്പൊ ദാണ്ട് ഈ k യുടെ വാല്യൂ 0 വരുമ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് പോയിന്റ് ഒമേഗ is equal to 0 അല്ലെ ഫസ്റ്റ് പോയിന്റ് ഒമേഗ is equal to 0 വരുന്ന ദാണ്ട് ഈ പോയിന്റ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. അടുത്ത k യുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 pi by n. അടുത്ത നെക്സ്റ്റ് 2 pi by n ഡിസ്റ്റൻസിലുള്ള നെക്സ്റ്റ് വാല്യൂ നമുക്ക് k യുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ കിട്ടും. k യുടെ വാല്യൂ 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 pi by n into 2. 0 ന്ന് 2 pi by n into 2 ലുള്ള വാല്യൂ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. സോ k യുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് വാല്യൂ ഇത് ഈ പോയിന്റിലെ വാല്യൂ കിട്ടി. അടുത്ത k യുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ നെക്സ്റ്റ് വാല്യൂ, k യുടെ വാല്യൂ 2 കൊടുക്കുമ്പോൾ അടുത്ത വാല്യൂ, അതുപോലെ. സോ ഒമേഗയുടെ വാല്യൂ എങ്ങനെയാണ് എടുക്കുക? ഒമേഗ is equal to 2 pi by n into k. എങ്ങനെയാണ് എടുത്തത്? മൊത്തം പീരീഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന മൊത്തം കൺസിഡർ ചെയ്യുന്നത് ഏത് റേഞ്ച് ആണ്? 2 pi റേഞ്ച്. അതിന് എത്ര സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു? n സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. സോ അടുത്തടുത്ത സാമ്പിൾസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2 pi by n. സോ ഓരോ വാല്യൂ ആയിട്ട് സെലക്ട് ചെയ്യാൻ നമ്മൾ ഇൻഡിജർ കൊടുക്കുന്നു. ഇതാണ് k. k യുടെ വാല്യൂ എവിടെ തൊട്ട് എവിടം വരെ വേരി ചെയ്യുന്നു? 0 to n-1 വരെ വേരി ചെയ്യുന്നു. സോ നമുക്ക് എന്ത് പറയാം? x of k is equal to x of e raised to j omega, എല്ലായിടത്തും അല്ല, at omega is equal to 2 pi by n into k. So next, DFT is used to convert a discrete time sequence x of n. അതായത് ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ്, അതായത് നമ്മൾ ടൈം ഡൊമെയിനിൽ എന്തുണ്ട്? ഒരു ഡിസ്ക്രീറ്റ് സീക്വൻസ് ഉണ്ട്, x of n ഉണ്ട്. അത് എന്തൊക്കെയാണ്? ടൈം ഡൊമെയിനിലാണ്, അത് ഡിസ്ക്രീറ്റ് ആണ്, പിന്നെ എന്തുവാണ്? അത് ഫൈനൈറ്റ് ലെങ്തും ആണ്. അതിന്റെ നമ്മൾ എന്തെടുക്കുന്നു? DFT എടുക്കുന്നു. DTFT അല്ല, എന്തെടുക്കുന്നു? DFT എടുക്കുന്നു. DFT എടുക്കുമ്പോൾ അത് ഏത് ഡൊമെയിനിലോട്ട് പോകും? ടൈം ഡൊമെയിനിൽ നിന്ന് എങ്ങോട്ട് പോകും? ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകും. പക്ഷെ അപ്പോഴും DFT ആയതുകൊണ്ട് സിഗ്നൽ എന്ത് തന്നെ ആവുന്നു? ഡിസ്ക്രീറ്റ് തന്നെ ആവുന്നു. ലെങ്തും എന്തായിരിക്കും? ഫൈനൈറ്റ് ലെങ്ത് ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ്? ടൈം ഡൊമെയിനിൽ സിഗ്നൽ എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്, ഫൈനൈറ്റ് ലെങ്ത് ആണ്. എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു? x of n. അതിന്റെ DFT എടുക്കുമ്പോൾ അത് ഏത് ഡൊമെയിനിലോട്ട് പോകുന്നു? ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകുന്നു. അപ്പോഴും സിഗ്നൽ എന്ത് തന്നെയാണ്? ഡിസ്ക്രീറ്റ് ആണ്. ലെങ്ത് എന്താണ്? ഫൈനൈറ്റ് ലെങ്ത് ആണ്. ഇനി അടുത്തതിന്റെ ഇക്വേഷൻ ആണ് n പോയിന്റ് DFT ഓഫ് കോസൽ. കോസൽ എന്ന് പറയുമ്പോൾ n ന്റെ വാല്യൂ -∞ തൊട്ട് വരുമോ? n ന്റെ വാല്യൂ എവിടെ തൊട്ടായിരിക്കും വരിക? സ്മോൾ n ന്റെ വാല്യൂ 0 തൊട്ടായിരിക്കും വരിക. Finite duration sequence x of n is defined as x of k is equal to sigma causal and n is equal to 0 to finite length ആണ്. മൊത്തം ഇവിടെ എത്ര സാമ്പിൾസ് നമ്മൾ എടുക്കുന്നു? ക്യാപിറ്റൽ N നമ്പർ ഓഫ് സാമ്പിൾസ് എടുക്കുന്നു. അപ്പോൾ വാല്യൂ എങ്ങനെ എടുക്കാം? 0 to n-1. x of n ആണ് നമ്മളുടെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. x of n e raised to minus j, അതായത് DTFT-ൽ നമ്മൾ എന്താ പറഞ്ഞത്? e raised to minus j omega n എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? e raised to minus j ഒമേഗയ്ക്ക് പകരം നമ്മൾ ആരെ റീപ്ലേസ് ചെയ്യണം? DFT ആകുമ്പോൾ ഒമേഗയ്ക്ക് പകരം ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യണം? 2 pi by n into k കൊണ്ട് റീപ്ലേസ് ചെയ്യണം. സോ e raised to minus j omega n, ഒമേഗയ്ക്ക് പകരം DFT ആകുമ്പോൾ ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു? 2 pi by n into k കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. k യുടെ വാല്യൂ എവിടെ തൊട്ട് വേരി ചെയ്യുന്നു? 0 to n-1 വരെ വേരി ചെയ്യുന്നു. n പോയിന്റ് DFT, ഇതിന് n പോയിന്റ് DFT എന്ന് പറയും. മൊത്തം n സാമ്പിൾസ് എടുക്കുമ്പോൾ 8 പോയിന്റ് DFT ആകുമ്പോൾ 0 to 7 വരെ വരും. അപ്പോൾ നമ്മൾ x of n നെ കൊടുക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് x of n. സോ സ്മോൾ n ന്റെ വാല്യൂ 0 to n-1 വരെ വേരി ചെയ്യുന്നു. ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? x of k. x of k എന്ന് പറയുമ്പോൾ എൻ്റെ വാല്യൂ എവിടെ തൊട്ട് വരും? x of k യുടെ വാല്യൂ 0 to n-1 വരെ വരും. 8 പോയിന്റ് DFT ആണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടിൽ എത്ര വാല്യൂസ് കാണും? എത്ര സാമ്പിൾസ് കാണും? 8 സാമ്പിൾസ് കാണും. x of 0, x of 1, x of 2, etc. അപ് ടു എവിടം വരെ കാണും? x of 7 വരെ കാണും. ഇനി എൻ്റെ ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫ്യൂറിയർ ട്രാൻസ്ഫോം IDFT. IDFT എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചെയ്യുക? DFT-ൽ നമ്മൾ എന്താ ചെയ്തത്? ടൈം ഡൊമെയിനിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇനി ഫ്രീക്വൻസി ഡൊമെയിനിൽ നിന്ന് തിരിച്ച് വീണ്ടും ടൈം ഡൊമെയിനിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ആരെ യൂസ് ചെയ്യുന്നു? IDFT യൂസ് ചെയ്യുന്നു. സോ IDFT is used to convert n point frequency domain sequence
അതിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? x of k നെ to an endpoint time domain sequence x of n. x of k നെ വീണ്ടും തിരിച്ച് x of n ആക്കാൻ ആരെ എടുക്കണം? ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫ്യൂറിയർ ട്രാൻസ്ഫോം എടുക്കണം. നമ്മൾ id dtft കണക്ക് തന്നെ x of n is equal to, ഇവിടെ x of n ന്ന് നമ്മൾ ആരെ എടുത്തു? x of k നെ എടുത്തു. ഇനി ഇവിടെ x of k ന്ന് ആരെ കണ്ടുപിടിക്കുന്നു? x of n നെ കണ്ടുപിടിക്കുന്നു. സോ x of n is equal to 1 by n. ഇക്വേഷൻ എങ്ങനെയാണ്? സിഗ്മ, ഇവിടെ നമ്മളുടെ ഇൻപുട്ട് ഏതാണ്? x of k ആണ് കൊടുക്കുന്നത്. സോ അപ്പോൾ എന്ത് വരും? k is equal to 0 to n minus 1. ഇവിടെ x of n കൊടുത്തുകൊണ്ട് n is equal to 0 to n minus 1. x of k ആവുമ്പോൾ k is equal to 0 to n minus 1. e raised to, അവിടെ മൈനസ് j, ഇവിടെ എന്താണ്? e raised to plus j. ഇവിടെയും ഒമേഗ n, ഒമേഗയ്ക്ക് പകരം ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു? നമ്മൾ 2π by n into k കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഔട്ട്പുട്ടിന്റെ റേഞ്ച് എങ്ങനെയാണ്? x of n, so n is equal to 0 to n minus 1. ഈ രണ്ട് ഇക്വേഷൻസും പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. സോ നമ്മൾ നോക്കി വെച്ചിരിക്കണം. ഡ്രോബാക്ക് ഇൻ ഫ്യൂറിയർ ട്രാൻസ്ഫോം. DTFTയുടെ ഡ്രോബാക്ക് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. കാര്യം എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. DTFT എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ ഇറ്റ് കനോട്ട് ബി പ്രോസസ്ഡ് ബൈ ഡിജിറ്റൽ സിസ്റ്റംസ്. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സിസ്റ്റംസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? DFT യൂസ് ചെയ്യുന്നത്. DFT എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താക്കി മാറ്റും? ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ ഓഫ് ഒമേഗയാക്കി മാറ്റും. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ DFT ആൻഡ് DTFT ചോദിച്ചാലും, DFT is obtained by performing sampling operation in both time and frequency domain. DTFTയുടെ കേസിലാണെങ്കിൽ sampling is performed only in time domain. എന്ന് പറയുന്ന കാര്യം, DTFT എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? ടൈം ഡൊമെയിനിലുള്ള കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഉണ്ട് x of t. അതിനെ നമ്മൾ എന്താക്കുന്നു? ടൈം ഡൊമെയിനിൽ വെച്ചിട്ട് അതിനെ ഡിസ്ക്രീറ്റ് ആക്കുന്നു, x of n ആക്കുന്നു. സോ ടൈം ഡൊമെയിനിലുള്ള കണ്ടിന്യൂസ് ടൈം സിഗ്നലിന് x of t ന് ഡിസ്ക്രീറ്റ് ആക്കുന്നു. എങ്ങോട്ട് ഡിസ്ക്രീറ്റ് ആക്കി എന്താക്കുന്നു? x of n. അപ്പൊ അവിടെ സാമ്പിളിംഗ് നടക്കുന്നത് ഏത് ഡൊമെയിനിൽ മാത്രമാണ്? ടൈം ഡൊമെയിനിൽ മാത്രമാണ്. സോ അതുകൊണ്ടാണ് സാമ്പിളിംഗ് ഇസ് പെർഫോംഡ് ഓൺലി ഇൻ ടൈം ഡൊമെയിൻ. ഇനി DFTയിൽ വരുമ്പോൾ എങ്ങനെയാണ്? ടൈം ഡൊമെയിനിലുള്ള x of t ന് ടൈം ഡൊമെയിനിൽ വെച്ച് x of n ആക്കുന്നു. സോ ടൈം ഡൊമെയിനിൽ എന്ത് നടന്നു? സാമ്പിളിംഗ് നടന്നു. ഇനി ഈ x of n നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ DTFT എടുക്കുമ്പോൾ ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകും. ഫ്രീക്വൻസി ഡൊമെയിനിൽ വെച്ചിട്ട് വീണ്ടും സാമ്പിളിംഗ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? DFT കിട്ടിയത്. അപ്പൊ ഇവിടെ സാമ്പിളിംഗ് എവിടെയൊക്കെ നടക്കുന്നുണ്ട്? ടൈം ഡൊമെയിനിൽ നടക്കുന്നുണ്ട്, ഫ്രീക്വൻസി ഡൊമെയിനിൽ നടക്കുന്നുണ്ട്. ഇനി DFTന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എന്താണ്? ഡിസ്ക്രീറ്റ് സ്പെക്ട്രം ആണ് കിട്ടുന്നത്. DTFTന്റെ സ്പെക്ട്രം നമ്മൾ കണ്ടു, അതെന്തായിരുന്നു? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരുന്നു. DFTയുടെ സ്പെക്ട്രം എന്താണ്? ഫ്രീക്വൻസി സ്പെക്ട്രം എന്താണ്? ഡിസ്ക്രീറ്റ് സ്പെക്ട്രം ആണ്.